സ്റ്റുഡൻസ്, വെൽക്കം ടു വിൻഡോസ് ഓഫ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫുഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ ഫുഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഈസോഫാഗസിലേക്ക് എത്തുന്ന കാര്യങ്ങൾ വരെയായിരുന്നു പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ടേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഈസോഫാഗസിലേക്ക് എത്തുന്ന കാര്യം. നിങ്ങൾ കണ്ടില്ല ആ പിക്ചറിൽ? അത് എത്തുന്ന സമയത്ത് ഒരു ടയറിനുള്ളിൽ ഒരു ബോൾ ഇട്ട മാതിരി അല്ലേ? അതായത് ടയറിനുള്ളിൽ ബോൾ ഇടുന്ന സമയത്ത് ആ ബോൾ ഉള്ള സ്ഥലം ഒന്ന് വലുതാവും, വീർക്കും. അതുപോലെയാണ് നമ്മളെ ഫുഡ് ഈസോഫാഗസിലേക്ക് എത്തുമ്പോൾ എന്ന കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത്തരത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസോഫാഗസിലും സ്റ്റൊമക്കിലൊക്കെ എന്തുണ്ട്? കൺട്രാക്ട് ചെയ്യുന്ന കുറേ മസിൽസ് ഉണ്ട്. ആ ഒരു മസിൽസിൻ്റെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൺട്രാക്ഷൻ നടക്കുന്നത്. ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. So the peristalsis is the process of a wave-like muscles contraction of esophagus and stomach that moves food through it. മനസ്സിലായോ? ഒരു വേവ് ലൈക്ക് കോൺട്രാക്ഷൻ അത് ഫുഡിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്. ദെൻ നമ്മളെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുകയാണ്. സ്റ്റൊമക്കിലേക്ക് എത്തുന്ന കാര്യം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെയാണ് സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പെരിസ്റ്റാൾസിസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഈസോഫാഗസിലുണ്ടായ അതേ മൂവ്മെൻറ്റ് തന്നെ നമ്മളെ സ്റ്റൊമക്കിലും നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രസൻസ് ഓഫ് സർക്കുലാർ മസിൽസ്. നമ്മളെ സ്റ്റൊമക്കിൻ്റെ വോളിൽ സർക്കുലാർ മസിൽസ് കാണുന്നുണ്ട്, വലയ പേശികൾ കാണുന്നുണ്ട്. അതെന്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡിനെ കുറേ സമയം അവിടെ കീപ്പ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് അല്ലേ സ്റ്റൊമക്ക്? അതെ. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഗ്യാസ്ട്രിക് ജ്യൂസാണ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെയും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെയും ഒക്കെ ഫലമായിട്ട് നമ്മളെ ഫുഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പേസ്റ്റായിട്ട് മാറും. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നില്ലേ പേസ്റ്റായിട്ട് മാറുന്നത്? സർക്കുലർ മസിൽസ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സ്. ഇനി എന്താണ് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ്? അതിൻ്റെ ആക്ഷൻ എന്തൊക്കെയാണ് അത് നോക്കാം. അതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ പെപ്സിൻ, സെക്കൻഡ് വൺ ഗ്യാസ്ട്രിക് ലിപ്പേസ്, തേർഡ് വൺ HCl, ഫോർത്ത് വൺ മ്യൂക്കസ് ആൻഡ് ഫിഫ്ത്ത് വൺ ബൈകാർബണേറ്റ്സ്. ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നോക്കുക. ഫസ്റ്റ് വൺ പെപ്സിൻ. ഗ്യാസ്ട്രിക് ജ്യൂസസിലെ ഫസ്റ്റ് കോമ്പോണൻ്റാണ് പെപ്സിൻ. പെപ്സിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസിനെ പെപ്റ്റോൺസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് സിംപിളറാക്കി ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ? അപ്പം ഈ ഒരു പെപ്സിൻ്റെ പ്രസൻസ് ഗ്യാസ്ട്രിക് ജ്യൂസസിലുള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ അതിൻ്റെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പെപ്റ്റോൺ ആക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ഫാറ്റ് പാർഷ്യലി, അതായത് ഫാറ്റിൻ്റെ ഡൈജഷനാണ് ഇവിടെ നടക്കുന്നത്. അതിനെ കുറച്ച് പാർഷ്യലായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കൊടുക്കും ആര്? ഗ്യാസ്ട്രിക് ലിപ്പേസ്. പക്ഷേ ഫാറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ഡൈജഷൻ നമ്മൾ സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നില്ല. അത് പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കും. നെക്സ്റ്റ് വൺ HCl. ഈ പറഞ്ഞ പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും ഒക്കെ എന്താണ്? എൻസൈംസ് ആണ്. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈംസ് ആണ്. എന്നാൽ എൻസൈം അല്ലാത്ത ചില പോർഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളെ സ്റ്റൊമക്ക് വാളിലുള്ള ഓക്സിൻറ്റിക് സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുക. ആ ഓക്സിൻറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ മെയിനായിട്ട് ഇതിന് രണ്ട് ഫങ്ഷൻസാണ് ഉള്ളത്. ഒന്ന് ഇറ്റ് ഡിസ്ട്രോയ്സ് ജേംസ് ആൻഡ് സെക്കൻഡ് വൺ pH റെഗുലേഷൻ. നമ്മളെ ഫുഡിലൂടെ എൻ്റർ ചെയ്യുന്ന ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. ഇതേ ഫങ്ഷൻ നമ്മളെ വായ്ക്കകത്തുള്ള ലൈസോസൈമും ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ pH റെഗുലേഷനാണ്. ഒരു കൃത്യമായ pH എപ്പോഴും സ്റ്റൊമക്കിന് വേണം, അത് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടുമാണ് HClൻ്റെ ഫങ്ഷൻ. മനസ്സിലായോ? ഈ HCl എന്നൊക്കെ പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആസിഡാണ്. നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ്. പക്ഷേ ഇതിൻ്റെ
ഒന്നും ആക്ഷൻ നമ്മളെ സ്റ്റൊമക്ക് വാളിനെ ബാഡായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ അത്രമേൽ അഡാപ്റ്റബിളാണ് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നും നിങ്ങൾ ഓർക്കുക. ഈ ഒരു സിസ്റ്റം തന്നെ ഇത്രയും അഡാപ്റ്റബിളാണ്. അപ്പോൾ ബാക്കിയുള്ള സിസ്റ്റത്തിൻ്റെ ഒക്കെ കാര്യം എന്താ അല്ലേ. അപ്പം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് തന്നെ ഹൈലി കോംപ്ലക്സ് ആണ്. അപ്പം ഈ ഒരു ഹൈഡ്രോക്ലോറിക്കിൻ്റെയൊക്കെ ആക്ഷൻ കൊണ്ട് ശരിക്കും നമ്മളെ സ്റ്റൊമക്ക് വാൾ എന്തെങ്കിലും പറ്റേണ്ടതാണ് അല്ലേ. പക്ഷേ നമ്മളെ സ്റ്റൊമക്ക് വാളൊന്നും പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് നെക്സ്റ്റ് പോയിന്റ്, ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ്. നമ്മളെ സ്റ്റൊമക്കിൻ്റെ ഇന്നർ വാളിൽ കാണുന്ന മ്യൂക്കസ് സെക്രീഷൻ, ശ്ലേഷ്മം എന്ന് പറയും മലയാളത്തിൽ. അതുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ആക്ഷനൊന്നും നമ്മളെ സ്റ്റൊമക്കിനെ ബാധിക്കുന്നില്ല. അങ്ങനെ അത് നമ്മളെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂക്കസിൻ്റെ ഫങ്ഷൻ. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. നെക്സ്റ്റ് ഒരു പോയിൻ്റായിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ്. ആ ലെഫ്റ്റ് സൈഡിലെ കോളം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബൈകാർബണേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു അസിഡിക് നേച്ചറാണ് അല്ലേ. പക്ഷെ അത് കൂടുതലാവാൻ പാടില്ല. ആ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വയറ്റിന് കുഴപ്പമാണ്. അസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു അസിഡിറ്റീനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന സ്റ്റൊമക്കിലുള്ള ബൈകാർബണേറ്റ്സ് ഒരു ആൽക്കലൈനിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ബൈകാർബണേറ്റ്സിൻ്റെ ഫങ്ഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ആൽക്കലൈനിറ്റി. ഓക്കെ, ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസും അതിൻ്റെ കമ്പോണൻസും ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ. അവൻ്റെ കൂടെ വായിക്കുക. ഫസ്റ്റ് വൺ പെപ്സിൻ, ഇറ്റ് കൺവേർട്സ് പ്രോട്ടീൻസ് ടു പെപ്റ്റോൺസ്. സെക്കൻഡ് വൺ ഗാസ്ട്രിക് ലിപ്പേസ്, ഇറ്റ് ഡൈജസ്റ്റ് ഫാറ്റ് പാർഷ്യലി. ദെൻ നെക്സ്റ്റ് വൺ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇറ്റ് ഡിസ്ട്രോയ്സ് ജേംസ് ആൻഡ് regulate pH. And fourth one, mucus, it prevents the action of digestive juices. This is all about the digestion occurs in the stomach. നെക്സ്റ്റ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവാണ്. നമ്മൾ പറഞ്ഞു ഫുഡ് മൗത്തിലൂടെ ഈസഫാഗസിലൂടെ എവിടെ എത്തി, സ്റ്റൊമക്കിലെത്തിയതിന് ശേഷം ഇതാ ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുകയാണ്. ഹ്യൂമൻ ബോഡി ഇൻറ്റസ്റ്റൈന് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അത് എബൌട്ട് 5 to 6 meters ലോങ് ആണ്. അപ്പം അത്രത്തോളം ലെങ്ത്ത് നമ്മളെ ഇൻറ്റസ്റ്റൈൻ ഉണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹൈലി കോയിൽഡ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നില്ലേ, അതിൽ കാണാം ഇറ്റ് ഈസ് ഹൈലി കോയിൽഡ്. ആ ഹൈലി കോയിൽഡ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഇൻറ്റസ്റ്റൈനിലൂടെ ഫുഡ് മെല്ലെ മെല്ലെ മൂവ് ചെയ്യുള്ളൂ. മനസ്സിലായോ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴത്തേക്ക് നമ്മളെ ഡൈജഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഫുൾ കംപ്ലീറ്റ് അല്ല, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. പിന്നെ അവിടെ വെച്ച് അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡൈജഷനിലൂടെ ഉണ്ടായിരിക്കുന്ന സിംപ്ലർ മോളിക്യൂൾസിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണം അല്ലേ. നമ്മളെ ബോഡിക്ക് കാപ്പബിളായ രീതിയിൽ അബ്സോർബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഉള്ളത്. അപ്പം മെയിനായിട്ട് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പഠിക്കുമ്പോൾ അതിന് 3 പാർട്സാണുള്ളത്. ഫസ്റ്റ് വൺ ഡുവോഡിനം, സെക്കൻഡ് വൺ ജെജുനം ആൻഡ് തേർഡ് വൺ ഇലിയം. ഇങ്ങനെ 3 പാർട്ടാക്കിയിട്ട് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് പോലെ ഇതിൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡുവോഡിനത്തിന് ാണ് ബാക്കിയുള്ള ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതിന് വേണ്ടിയിട്ട് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് പോലെ തന്നെ ഇൻറ്റസ്റ്റൈനിലും ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും. അതിന് പുറമെ നമ്മുടെ മറ്റ് ഓർഗൻസ് ആയിട്ടുള്ള ലിവറും പാൻക്രിയാസും അത് രണ്ടും ഇവിടെ റോള് വഹിക്കുന്നുണ്ട്. അവരും കൂടെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡുവോഡിനത്തിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്ന പ്രോസസ്സിന് സഹായിക്കും. എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അവർക്ക് 2 പേർക്കും കോമൺ ആയിട്ടൊരു ഡക്റ്റ് ഉണ്ട്. നിങ്ങളിവിടെ കാണുന്നില്ലേ, അവിടെ കോമൺ ഡക്റ്റ് വഴിയാണ് അവരുടെ സെക്രീഷൻസ് നമ്മളെ ഡുവോഡിനത്തിൽ എത്തുക. ഡുവോഡിനമാണ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട്. അവിടെ എത്തിയിട്ട് വേണം ഫർദർ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലിവർ എന്താ ചെയ്യുന്നത്, ലിവർ ഇറ്റ് സെക്രീറ്റ്സ് ബൈൽ. ബൈൽ എന്ന് പറഞ്ഞാൽ പിത്തരസ് എന്നാണ് പറയുക. ഈ ബൈൽ സെക്രീഷനാണ് ലിവറിൻ്റെ ഫങ്ഷൻ. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ അതിലെന്തില്ല, കൃത്യമായ എൻസൈംസ് ഒന്നുമില്ല. നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കണ്ട പോലെ എൻസൈംസ് ഒന്നുമില്ല ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിൽ. പക്ഷേ അതെന്ത് ചെയ്യും, ഇറ്റ് ഹെൽപ്സ് ഫോർ ഡൈജഷൻ ഓഫ് ദ ഫാറ്റിൻ്റെ ഡൈജഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബൈൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു ഫുഡിന് ആൽക്കലൈനിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് രണ്ടുമാണ് നമ്മളെ ബൈലിൻ്റെ ഫങ്ഷൻ. മനസ്സിലായോ? ഇതാണ് ലിവർ ചെയ്യുന്ന റോൾ. അവിടെ പ്രത്യേകിച്ച് എൻസൈംസ് ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. അതാണ് മെയിനായിട്ട് ഫങ്ഷൻസ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ പ്രത്യേകത നമ്മൾ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈല് പോലെയല്ല. അതിലെന്തുണ്ട്, എൻസൈംസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഡൈജഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്.
മുമ്പ് ഞാനൊരു കാര്യം പറയാം. എപ്പോഴും നമ്മളെ ഫുഡിലുള്ള സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്താവണം, അതിൻ്റെ സിമ്പിൾ ഫോമായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോം. അതാക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. പ്രോട്ടീൻ ആണെങ്കിലോ അതിൻ്റെ ഏറ്റവും സിമ്പിൾ കമ്പോണൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആക്കിയിട്ട് മാറ്റണം. പിന്നെയോ അത് കഴിഞ്ഞ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നോർമലായിട്ട് നടക്കേണ്ടത്. മനസ്സിലായോ? ഇതുവരെ നമ്മൾ സ്റ്റൊമക്കിൽ പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നത് കണ്ടു പ്രോട്ടീൻസിനെ. പക്ഷേ ഡൈജഷൻ, നമ്മളെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ അവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല. അത് നടക്കുന്നത് നമ്മൾ പാൻക്രിയാറ്റിക് ഡക്റ്റിൽ വെച്ചിട്ടാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന് പറയുന്ന എൻസൈംസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് ആയോ? ഇല്ല അല്ലേ. മാൾട്ടോസ് എന്ന് പറയുന്ന കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആക്കി മാറ്റി പ്രോട്ടീനിന് എന്ത് ചെയ്യും? നേരത്തെ കണ്ട പെപ്റ്റോൺസിനെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തിട്ട് പെപ്റ്റൈഡുകളാക്കി മാറ്റി കൊടുക്കും. അതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കമ്പോണൻ്റ്. ദെൻ ഫാറ്റ് എന്ത് ചെയ്യും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയിട്ട് നമ്മളെ പാൻക്രിയാറ്റിക് ലിപ്പേസും കൂടെ മാറ്റി കൊടുക്കും. ഇങ്ങനെയാണ് പാൻക്രിയാസിൽ നടക്കുന്ന പ്രോസസ്സ്. മനസ്സിലായോ? അപ്പം ഒന്നും കൂടെ നമ്മൾ ഡൈജഷനെ സിമ്പിളാക്കി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും ഒക്കെ കൂടെ എന്ത് ചെയ്യും? ഒരു കോമൺ ഡക്റ്റ് വഴി നമ്മളെ ഡുയോഡിനത്തിലെത്തി അവിടെയുള്ള ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസും കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡൈജഷൻ കംപ്ലീറ്റ് ആവും. അവിടെയുള്ള ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസിൻ്റെ ആക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് നമ്മളെ മാൾട്ടോസ് അതിൻ്റെ സിമ്പിൾ ഫോമായിട്ടുള്ള ഗ്ലൂക്കോസും ഗാലക്ടോസും ഫ്രക്ടോസും ആക്കി മാറ്റപ്പെട്ടിട്ടിരിക്കും. പ്രോട്ടീൻ എന്ത് ചെയ്യും? അമിനോ ആസിഡാക്കി മാറ്റപ്പെട്ടിട്ടുണ്ടാവും. പിന്നെയോ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റി. ഇങ്ങനെയാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ ഒരു കോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഏതാ? ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്. പ്രോട്ടീൻ്റെതോ? അമിനോ ആസിഡ്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇതോടുകൂടിയാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇനി എന്താണ്? ഇനി അബ്സോർപ്ഷനാണ്. ഡൈജഷനൊക്കെ കഴിഞ്ഞ് സിംപ്ലർ ആക്കിയിട്ടുള്ള മോളിക്യൂൾസ് ആക്കി നമ്മൾ ഫുഡിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണം. അതിന് സഹായിക്കുന്ന ആളുമാർ തന്നെ നമ്മളെ ഇൻറ്റസ്റ്റൈൻ തന്നെ. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനാണ് മെയിനായിട്ട് നമ്മൾ അബ്സോർപ്ഷന് റോൾ വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഈ ഒരു പിക്ചറിലേക്ക് നിങ്ങളെല്ലാവരും നോക്കുക. എല്ലാവരും പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്ട്രക്ചർ ഓഫ് വില്ലസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിംഗർ മാതിരി അല്ലേ? ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് നമ്മളെ വില്ലസിനുള്ളത്. വില്ലസിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. വില്ലസിൻ്റെ ഒരു കുഴൽ രൂപത്തിലുള്ള മറ്റൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ ഫിംഗർ ലൈക്ക് പ്രോസസ്സ് എന്നുള്ളതാണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെയാണ് നമ്മളെ വില്ലസ് കാണുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫിംഗർ ലൈക്ക് പ്രോസസ്സ്? അതായത് ഈ ഒരു ഒറ്റൊന്ന് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ നമ്മളെ ഇൻറ്റസ്റ്റൈനിൻ്റെ വോളിൽ എന്തുണ്ടാവും? കുറേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? വില്ലസ് കുറേ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനാ? അബ്സോർപ്ഷൻ വേഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പം വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഹെൽപ്സ് ഫോർ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ. അതാണ് വില്ലസിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു വില്ലസിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മെയിനായിട്ട് അവിടെ പഠിക്കാനുള്ളത് 2 സ്ട്രക്ചറാണ്. ഫസ്റ്റ് വൺ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് സെക്കൻഡ് വൺ ലാക്റ്റിയൽസ്. ബ്ലഡ് കാപ്പിലറീസ് കണ്ടു അടയാളപ്പെടുത്തിയത്? അവർ റെഡിഷ് കളറും പിന്നെ ബ്ലൂ കളറും. ലാക്റ്റിയൽസ് അതിലൂടെ പോകുന്ന ഓറഞ്ച് കളർ. ഈ പറയുന്ന ബ്ലഡ് കാപ്പിലറീസിൻ്റെ എൻഡ് അതെങ്ങനെയാണ് കാണുന്നത്? ദാറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് ആർട്ടറി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ലാക്റ്റിയലിൻ്റെതോ? ലിംഫ് ഡക്റ്റ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു വില്ലസിൻ്റെ സ്ട്രക്ചറിൽ പഠിക്കേണ്ടത്. ബ്ലഡ് കാപ്പിലറീസ് എന്ത് ചെയ്യും? നമ്മളെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ഇതിനൊക്കെ എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ എൻഡ് പ്രൊഡക്റ്റായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസിനെയും പ്രോട്ടീൻ്റെ എൻഡ് പ്രൊഡക്റ്റായ അമിനോ ആസിഡിനെയും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുക്കും. ആര്? ബ്ലഡ് കാപ്പിലറീസ്. ബട്ട് ലാക്റ്റിൽ എന്താ ചെയ്യുക? ലാക്റ്റിൽ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ലിംഫ് ഡക്റ്റിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുക്കും. ഇത് നേരിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടോ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും? ഇല്ല. അതാരാ ചെയ്യുന്നുള്ളൂ? ബ്ലഡ് കാപ്പിലറീസ് മാത്രമേ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ലിംഫിലേക്കാണ് നമ്മളെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വില്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മളെ ഇൻറ്റസ്റ്റൈൻ്റെ മുകളിൽ കാണുന്ന സ്ട്രക്ചറാണ്. ആ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തിട്ട് അബ്സോർപ്ഷൻ എളുപ്പത്തിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടെ മെയിനായിട്ട് ബ്ലഡ് കാപ്പിലറീസ്, ലാക്റ്റിയൽ എന്ന് പറയുന്ന 2 സ്ട്രക്ചറുണ്ട്. അത് രണ്ടുമാണ് നമ്മളെ
അബ്സോർപ്ഷന് മെയിനായിട്ട് റോൾ വഹിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അബ്സോർപ്ഷൻ മനസ്സിലായല്ലോ. അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള അബ്സോർപ്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മളെ ഫുഡ് എവിടെ എത്തണം? ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകണം. ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്കും കൂടെ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെ ഡൈജഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എന്തൊക്കെയാണ് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സ് അത് നോക്കാം. മെയിനായിട്ട് നമ്മൾ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്ന പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ജസ്റ്റ് 4-5 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ ഫസ്റ്റ് പാർട്ട്, നമ്മളെപ്പോഴും സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ഡൈജസ്റ്റീവ് വേസ്റ്റാണ് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തുക. അതിലെന്തുണ്ടാവും? സാൾട്ട് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. ഈ മേജർ പോർഷൻ ഓഫ് സാൾട്ട് വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുകയാണ് നമ്മളെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ചെയ്യുക. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഫീക്കൽ മാറ്റർ ആ ഒരു രൂപത്തിൽ കാണുന്നത്, സാൾട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്. മനസ്സിലായോ? അപ്പം മേജർ സോൾട്ട് വാട്ടർ അബ്സോർപ്ഷനാണ് ഫസ്റ്റ് ഫങ്ഷൻ. പിന്നെ ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ കുറച്ച് വിറ്റാമിൻ കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ചില ബാക്ടീരിയാസ് വിറ്റാമിൻ കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അബ്സോർപ്ഷനും ആര് തന്നെയാണ് നടത്തുന്നത്? നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ തന്നെയാണ് നടത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ കാര്യത്തിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. അതായത് സോൾട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നു, പിന്നെ വിറ്റാമിൻ കെൻ്റെ പ്രസൻസ് അത് അബ്സോർബ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ റെക്റ്റം എന്ന് പറയുന്ന ഓപ്പണിലൂടെ ഏനസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയാണ് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ മൗത്ത് പറഞ്ഞു, ഈസോഫാഗസ് പറഞ്ഞു, സ്റ്റൊമക്ക് പറഞ്ഞു, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പറഞ്ഞു, ലാർജ് ഇൻറ്റെസ്റ്റൈൻ പറഞ്ഞു, റെക്റ്റം പറഞ്ഞു, ഏനസ് പറഞ്ഞു. ഇങ്ങനെ നമ്മളെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റവും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. എന്തായാലും ഈ ഒരു സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റവും ന്യൂട്രിയൻസും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത് അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക.